CIA ഫോട്ടോയാണെന്ന് പറഞ്ഞ് വ്യാജ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് രാഷ്ട്രീയകാര്യ സമിതി അംഗം CN സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള പോലീസ് SIT അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് CPMന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ്. അതോടൊപ്പം തന്നെ CPM അനുഭാവികളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോരോ തെളിവുകളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ഓരോ തെളിവുകളും അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും മെമ്പർമാർക്കും എതിരായിട്ടാണ് എന്നുള്ളത് വസ്തുത എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട കോടതി തന്നെ SIT വിമർശിച്ചിരിക്കുന്നു. കാരണം ഇനി ഒരുപാട് പേർ അറസ്റ്റിലാകാനുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ മാത്രമേ അറസ്റ്റ് ചെയ്തുള്ളൂ. അവരോടൊപ്പം ഉണ്ടായിരുന്ന ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് അതിന് ആ ഗൂഢാലോചന പങ്കെടുത്ത ദേവസ്വം ബോർഡ് മെമ്പർമാരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് വരെ കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. സുബ്രഹ്മണ്യന്റെ അറസ്റ്റ് വില പോലും ആ അറസ്റ്റിന് ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചുമത്തിയിട്ടുള്ള വകുപ്പ് കലാപാഹ്വാനമാണ്. അപ്പോൾ അത് കലാപാഹ്വാനം ചെയ്യാൻ അദ്ദേഹം ഭീകരവാദിയോ തീവ്രവാദിയോ അല്ലല്ലോ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. മലബാറിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്. എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ കലാപം ആഹ്വാനം ചെയ്യുന്നവരാരാണ്. അവർ തീവ്രവാദികളോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ്. അദ്ദേഹം അങ്ങനെ തീവ്രവാദി സംഘടനയുമായി ബന്ധപ്പെട്ട ആളല്ലല്ലോ. അല്ല, സുബ്രഹ്മണ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥ ഫോട്ടോയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി കോടതി പരിശോധിക്കട്ടെ. ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലേക്ക് പോവുകയാണല്ലോ, കോടതി പരിശോധിക്കട്ടെ. അല്ല, തെളിയില്ലല്ലോ. ആണെന്ന് തെളിയത്തില്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് സുബ്രഹ്മണ്യനില്. സുബ്രഹ്മണ്യൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം കലാപകാരിയല്ല, അദ്ദേഹം തീവ്രവാദിയല്ല, അദ്ദേഹം ഭീകരവാദിയല്ല. AIA ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് പിണറായി വിജയനും എന്റെ ഗവൺമെന്റിനെതിരെ കലാപം ഉണ്ടാക്കാനുള്ള ആഹ്വാനം ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ ആഹ്വാനം ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങൾ ആകെ വെറുക്കപ്പെട്ട, ജനങ്ങൾ ആകെ തള്ളിക്കളഞ്ഞിരിക്കുന്ന കേവലം 2 3 മാസം മാത്രം അധികാരത്തിൽ തുടരാൻ കഴിയുന്ന ഒരു സർക്കാർ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ ജനങ്ങൾ പുച്ഛിച്ച് തള്ളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഫോട്ടോ കൂടി ഇപ്പോൾ പോറ്റിയുടെ വന്നിരിക്കുക. എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ ഒരു വസതി വരെയൊക്കെ പോറ്റിയെത്തുന്നത്? അല്ല, അതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പാർട്ടിയുടെ നേതൃത്വം അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് പറയേണ്ടത് നേതൃത്വമാണ്. എനിക്കതിനെക്കുറിച്ച് വിശദാംശങ്ങൾ അറിയത്തില്ല. ഏത് രീതിയിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് എന്നതിനെ സംബന്ധിച്ച് വലിയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ ചിത്രം വയ്ക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്? തീർച്ചയായിട്ടും. കാരണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സ്വർണ്ണക്കൊള്ളയിൽ ആകമാനം പരിക്കേറ്റ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്ന് തടിയൂരാൻ ഒരു കാരണവശാലും പറ്റാത്ത CPMഉം ഇടതുമുന്നണിയും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ കൂടി വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക. പക്ഷെ ഇതൊന്നും ജനങ്ങളുടെ വിലപ്പോകത്തില്ല. സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രത്തിൽ അടൂർ പ്രകാശ് ഉണ്ട്. അല്ല, ഞാൻ ആ ചിത്രം കണ്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ പറയാൻ കഴിയില്ല. അത് നിങ്ങൾ ആന്റോ ആന്റണിയോടും അടൂർ പ്രകാശിനോടും തന്നെ ചോദിക്കണം. അവരെങ്ങനെയാണ് ആ ചിത്രത്തിൽ വന്നതെന്നതിനെ കുറിച്ച് ചോദിക്കണം. എനിക്കതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.